ഏതെങ്കിലും പോയിന്റിൽ ഇപ്പോൾ ബോഗൻവില്ല അല്ലാത്തൊരു കഥയിൽ ഇപ്പം അമൽനീരതും മമ്മൂക്കയും തമ്മിലുള്ള റിലേഷൻഷിപ്പിനെ പറ്റി നമുക്കറിയാം. ഏതെങ്കിലും അമൽനീർ സംവിധാനം ചെയ്യുന്ന ലാജു എഴുതുന്ന മമ്മൂക്ക നായകനാവുന്ന ഒരു പ്രൊജക്റ്റിനെ പറ്റി ഒരു വെറുതെയെങ്കിലും ഒരു സംസാരങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? അത് പുറത്ത് പറയാൻ എനിക്ക് അറിഞ്ഞുകൂടാ. അമൽ സാർ ഇഷ്ടപ്പെട്ട 4 കഥകളുണ്ട് എൻ്റെ. അത് എപ്പോഴാണ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, ചെയ്യുമെന്നും എനിക്ക് അറിഞ്ഞുകൂടാ. അമൽ സാറിന് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് ഞാൻ പറഞ്ഞ 4 കഥകൾ. നമുക്ക് പല വിധത്തിൽ ആളുകൾ ഉപയോഗിക്കാറുണ്ട്. ഇപ്പോൾ ഫാൻ ബോയ് ആയിട്ട് അദ്ദേഹത്തെ പ്രസൻറ്റ് ചെയ്യുന്ന ഡയറക്ടേഴ്സ് ഉണ്ട്. ഒരു വശത്ത് അദ്ദേഹത്തിൻ്റെ ശബ്ദത്തിൻ്റെ സൗകുമാര്യത്തെ വളരെ രസമായിട്ട് ഉപയോഗിക്കുന്ന രഞ്ജിത്തിനെ പോലുള്ള മറ്റ് ചില ആളുകളുണ്ട്. അദ്ദേഹത്തിൻ്റെ സൂക്ഷ്മാഭിനയത്തെ പുറത്തെടുത്ത ഇപ്പോൾ ലിജി ജോസ് പല്ലിശ്ശേരിയെ പോലുള്ളവരുണ്ട്, അല്ലെങ്കിൽ ജിയോ ബേബി കാതലിൽ ചെയ്തത് പോലെയുണ്ട്. എന്ത് വശമാണ് ലാജോന് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നുന്നു? ഞാൻ ആദ്യം ആലോചിച്ച കഥ അത് പക്ഷേ പറഞ്ഞാൽ ആ കഥ എഴുതു പോകും. നമുക്ക് ഇതുവരെ ചെയ്യാത്തൊരു ക്യാരക്ടറാണ്. മമ്മൂക്കയുടെ സൂക്ഷ്മാഭിനയം മാത്രമാണ് അതിനകത്തുള്ളത്. അങ്ങനെ ബേസ് ചെയ്ത സാധനമാണ്. എനിക്ക് കൂടുതലായിട്ട് ആ ക്യാരക്ടറിനെ കുറിച്ച് പറയാൻ പറ്റത്തില്ല, കാരണം അത് ആലോചിച്ച് വേറെ ആൾക്കാരും കഥ എഴുതിയാൽ പിന്നെ നമുക്ക് പണി പാടും. അതുകൊണ്ട് ആ ക്യാരക്ടറെ കുറിച്ച് പറയുന്നില്ല. അത് അങ്ങനെയാണ്. എനിക്ക് ഡീറ്റെയിൽഡ് അഭിനയമാണ് എനിക്ക് മമ്മൂക്കയുടെ ഇഷ്ടം. മമ്മൂക്കയുടെ ചില നോട്ടം, പ്രത്യേകിച്ച് പുഴുവിനകത്തൊക്കെ ചില നോട്ടങ്ങൾ ഇടുന്നുണ്ട്, അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഏത് ആക്ടറിൻ്റെ അങ്ങനെയാണ്. നമ്മൾ വേറെ ഉദാഹരണം പറഞ്ഞാൽ പ്രതി പൂവൻകോഴി, അതിനകത്ത് നമ്മുടെ ഗ്രേസാണ് ഒരു നോട്ടം നോക്കുന്നുണ്ട് ചന്തയെ വെച്ച്. അതിലാണ് നമുക്ക് ഒരു നോട്ടത്തിൽ നമുക്ക് ഈ ആക്ടർ എന്താണെന്ന് നമുക്ക് മനസ്സിലാകുന്ന. ഡെപ്ത്. അതെ.